ആരോപണ വിധേയർ അമ്മ ജനറൽ ബോഡി മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറുന്നതാണ് ഉചിതമെന്ന് നടൻ രവീന്ദ്രൻ വ്യക്തമാക്കുന്നു. സംഘടനയിൽ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്. അത്തരം കാര്യങ്ങളോടൊക്കെയുള്ള പ്രതിഷേധവും തിരുത്തലുമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം. സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും രവീന്ദ്രൻ ന്യൂസ് 18 പറയും. നിരവധി വിവാദങ്ങൾ അഭിമുഖീകരിച്ച ശേഷം അമ്മ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അമ്മയെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രത്യേകിച്ചും വളരെയധികം വിവാദങ്ങൾ ആരോപണ വിധേയരുൾപ്പെടെ മത്സര രംഗത്തുള്ള ഒരു സാഹചര്യത്തിൽ മത്സര രംഗത്ത് തന്നെയുള്ള ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രവീന്ദ്രൻ, അമ്മ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഏറ്റവും വലിയ കാര്യം ഒറ്റ പ്രശ്നമുള്ളൂ. പണ്ട് തൊട്ടേ അത് ഈ ആരോപണ വിധേയം ആയിട്ടുള്ള ആൾക്കാർ അമ്മയിൽ ഉണ്ടാവുന്നതും അവരുടെ തലപ്പത്ത് നിൽക്കുന്നതിലേ ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ് നമ്മളെപ്പോഴും കുറേ നാളുകളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ ദുഃഖമുണ്ട്. അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പര്യവസാനം ഉണ്ടാവണം. മറ്റുള്ളവർ ചെയ്യുന്ന പഴി താങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ശ്രീ മോഹൻലാൽ ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. അദ്ദേഹം ആഗ്രഹിച്ചിട്ട് മാറിയതല്ല. ഇതേ ചോദ്യം തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കുകയും അദ്ദേഹം എന്ത് പറയണമെന്ന് പറയാതെ വന്നിട്ട് വിഷമിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പഴിക്ക് ഇദ്ദേഹം അതിന് പഴി കേൾക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതിനോട് വന്ന് ആർക്കും താല്പര്യമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കേണ്ടത് ആരാണോ ആരോപണ വിധേയരായിട്ടുള്ളവർ അവർ സ്വയം മനസ്സിലാക്കിയിട്ട് അവരാണ് അതിനുള്ള തീരുമാനം എടുക്കേണ്ടത്. അവരാണ് അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനമാണ് ആക്ച്വലി മുഖ്യം. കാരണം ഒരാൾക്ക് നമുക്ക് വന്നിട്ട് അത് നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഞാനിപ്പോൾ ഇലക്ഷന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല ഇലക്ഷൻ നിൽക്കണം. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിന്നിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടി, ഈ രണ്ടുപേരും. അമ്മ എന്നുള്ളൊരു പേര് തന്നെ നമ്മൾ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ മുരളിയാണ് ഇതുണ്ടായത്. ഞാൻ തുടക്കകാലത്ത് ആദ്യത്തെ ആ പഞ്ചായത്ത് ഓഫീസിൽ തുടങ്ങിയ മീറ്റിംഗ് കൂട്ടി ഇതിൻ്റെ പുറകെ ഉള്ള ഒരുത്തനും ഇതുവരെ ഞാൻ അതിനെ ഒരു ബഹുമാനിക്കുകയും അതിനോടൊപ്പം തന്നെ നിൽക്കുകയും ഞാൻ അതിനെ എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സംഘടനയ്ക്ക് കൂടി തന്നെ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുത്തനാണ്. ഒരു കാലത്ത് വന്ന് എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു, ഒരു അസോസിയേഷനായിരുന്നു, ഒരു സംഘടനയായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഈ ഒരു സംഘടന ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മാറേണ്ടതാണ് എന്നുള്ളതിനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. സാന്ദ്ര തോമസ് മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് രവീന്ദ്രൻ്റെ വാക്കുകളിലേക്ക് മടങ്ങി.